ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നല്ല വില കൊടുത്ത് വാങ്ങി കഴിക്കുന്ന ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. അതിനായിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതും ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ ഇതാ ഉപ്പ്, സോയാ സോസ്, കുരുമുളക് പൊടി, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് സമയം അവിടെ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് പിന്നെ അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ വെച്ചിട്ട് ഞാൻ അതൊക്കെ ആ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ അവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസിന് ആവശ്യമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് റെഡിമെയ്ഡ് ഉള്ളതാണിത്. ഇതില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മയോണൈസൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ മയോണൈസൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മയോണൈസ്, ടൊമാറ്റോ സോസൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസും അവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ക്രീം ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. മൈദ ചേർത്ത് ഉടനെ നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ മൈദയൊക്കെ അതിലൊന്ന് മിക്സായി ഒന്ന് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. 250 ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അത് 2-3 സെക്കൻഡ് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേന് അത് ഏകദേശം ഇങ്ങനെ തിക്കായി വരൽ തുടങ്ങും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സ്ലൈസ്ഡ് ചീസാണ്. മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് അതും ഇളക്കി കൊടുക്കുക. അതും അതിൽ മിക്സ് ആവുന്ന രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ നമ്മളെ ചീസൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ലോഡഡ് ഫ്രൈസിനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മയോണൈസും നമ്മുടെ ക്രീമൊക്കെ എടുത്ത് വെച്ചത് ചെറിയൊരു കവറിലാക്കിയിട്ടാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കവറിലാക്കിയിട്ട് അതിന് ഹോൾ ഇട്ട് കൊടുത്തേക്കാണ്. ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ്റെ അളവൊക്കെ കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ആ ബട്ടറൊക്കെ ചേർത്ത ചീസൊക്കെ ഇട്ട ആ സോസ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് പെട്ടെന്ന് ചേർത്ത് കൊടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ അതിൽ ചീസൊക്കെ ചേർത്തുകൊണ്ട് അത് കട്ട പിടിക്കാൻ സാധ്യത ഉണ്ട്. ഇതാ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മയോണൈസും ഈ ക്രീമൊക്കെ ഞാൻ കവറിൽ ചേർത്ത് ഒന്നുകൂടി ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ സ്പൂണിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചേർക്കുമ്പോൾ ഒന്നുകൂടി കാണാൻ ഭംഗി ഉണ്ടാവും. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ലെയറിലും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ടത്. ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ചിക്കൻ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ സോസുകളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മൾ ലോഡഡ് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ചീസ് കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് ഓവനിലൊക്കെ വെച്ച് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കടകളിലോ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കണേക്കാട്ടിലും ഏറ്റവും നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കണമാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.